നമസ്കാരം. മൃതദേഹങ്ങളോട്, അത് നല്ലവരുടേതാകട്ടെ, ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വൃത്തികെട്ടവരായി ജീവിച്ചിരുന്നവരുടേതാകട്ടെ, സാധാരണ ഭാരതീയ സംസ്കാരമനുസരിച്ച് അനാദരവ് ആരും കാട്ടാറില്ല, ആദരവേ പ്രകടിപ്പിക്കാറുള്ളൂ. പോലീസുകാർ പോലും പലപ്പോഴും മൃതദേഹങ്ങളുടെ മുമ്പിൽ തൊപ്പി ഊരുന്നത്, സാധാരണക്കാരുടെ ആണെങ്കിലും ക്രിമിനലുകളുടെ ആണെങ്കിലും മൃതദേഹങ്ങളുടെ മുമ്പിൽ തൊപ്പി ഊരുന്നത് അത്തരത്തിലൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ അനാദരവ് പ്രകടിപ്പിക്കുന്നത് ധീരനായി സ്വന്തം ജീവന് വില നൽകാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ടു പോയൊരു ധീരൻ്റെ കാര്യത്തിലാണെങ്കിലോ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു സംഭവമാണ്. ഈ കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ആ ധീരനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. തിരുവനന്തപുരം നേമം കല്ലിയൂർ സ്വദേശിയായ രാജേഷ്, അദ്ദേഹം കണ്ണൂരിൽ മീൻതുള്ളി വെള്ളച്ചാട്ടത്തിൽ റാപ്ലിംഗ് ഇൻസ്ട്രക്ടറാണ് എന്ന് തന്നെ പറയണം, കാരണം ആ സ്മരണകൾ നിലനിർത്തണം. അറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും ക്ഷമിക്കുക. ആയിരുന്നു അദ്ദേഹം. അഡ്വഞ്ചർ സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഇപ്പോൾ ഈ കേരളം പ്രളയക്കെടുതിയിൽ മുങ്ങി ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം സ്വയമേവ ആരും നിർബന്ധിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ വെള്ളപ്പൊക്കത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു തുരുത്തിൽ കുടുങ്ങിപ്പോയ 2 പേരുടെ ജീവൻ രക്ഷിച്ച ശേഷമാണ് രാജേഷ് മരണത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് പോയത് എന്ന് പറയാം നമുക്ക്. കാരണം ബെന്നി എന്നൊരു വ്യക്തിയെ തുരുത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരിക, സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയാണ് രാജേഷ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. പക്ഷേ തിരികെ നീന്തി കയറുന്നത് വഴി ഈ കയറിൽ നിന്നുള്ള പിടി വിട്ടുപോവുകയും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് രാജേഷിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. പക്ഷേ ഈ മൃതദേഹത്തോട് അധികൃതർ കാട്ടിയത് അക്ഷന്തവ്യമായ അപരാധമാണ്, അനാദരവാണ്, ഏറ്റവും ഹീനമായ, മനുഷ്യരാരും കാട്ടാത്ത പ്രവൃത്തിയാണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ പരിയാരം മെഡിക്കൽ കോളേജാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ നിന്ന് ഈ മൃതദേഹം രാജേഷിൻ്റെ കുടുംബത്തിലേക്ക് കല്ലിയൂരേക്ക് കൊണ്ടുവന്നത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസിലാണ്. ആംബുലൻസ് കൊണ്ടുവരുന്നത് വഴി മൃതദേഹത്തിൽ നിന്ന് അസഹ്യമായ, കാരണം 4 ദിവസം പുഴയിൽ വെള്ളത്തിൽ കിടന്ന മൃതദേഹമാണ്, അതിൻ്റേതായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, സ്വാഭാവികമായിട്ടുള്ള ആ മൃതദേഹത്തെയാണ് ഫ്രീസർ എംബാം ചെയ്യാതെ, ഫ്രീസറിൽ ഉള്ള സൗകര്യമുള്ള ആംബുലൻസ് നൽകാതെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് സാധാരണ ആംബുലൻസിൽ കയറ്റി അയച്ചത്. ഡ്രൈവർമാർക്ക് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെടുകയും മൃതദേഹത്തിൽ നിന്ന് പഴുപ്പ് വരെ പുറത്തു വരികയും ചെയ്തതിനെ തുടർന്ന് തൃശ്ശൂർ ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ നിർത്തി ഈ മൃതദേഹം ഫ്രീസറുള്ള മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നത്, കേരളം അറിയുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് കൈമലർത്തുകയാണ്, തനിക്കൊന്നും അറിയില്ല. പയ്യന്നൂർ തഹസിൽദാർ മനോഹരനും പറയുന്നത് ഇത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതാണ് അവരുടെ ഒരു പ്രതികരണം. ഇതിനെ സംബന്ധിച്ച് വളരെ നിസ്സാരവൽക്കരിച്ചിട്ടുള്ള പ്രതികരണമാണ്. ഞങ്ങൾക്കിവിടെ ആംബുലൻസ് ഇല്ല, എന്ത് ചെയ്യും? അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചൊരു ധീരൻ്റെ മൃതദേഹമാണിത് എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ ഇവിടെ ഫ്രീസറുള്ള ആംബുലൻസ് ഇല്ല, എൻ്റെ ജോലി കഴിഞ്ഞു എന്നാണ് ഡോക്ടർ സൈറു ഫിലിപ്പിനെ പോലുള്ള അവർ പറയുന്നത്. പയ്യന്നൂർ തഹസിൽദാറിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ് ഈ പ്രദേശം. ആ പ്രദേശ തഹസിൽദാർ മനോഹരൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല. അതെ, ഈ പറയുന്നത് പോലെ വേറെ മാഗ്ന കാർട്ട കരാർ ഒപ്പിടേണ്ട ഉത്തരവാദിത്വമുള്ളൊരു ജോലിയാണല്ലോ ഈ തഹസിൽദാരുടെ ജോലിയെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളം ഇത്രയും വലിയൊരു ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, രാജേഷിനെ പോലെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരെ ആദരിക്കുക എന്നുള്ളത് പോലും പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്കൊരു ആശ്വാസമാണ്. കാരണം ഇത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നൽകുന്നതാണ്. അതിനോടാണ് ഈ ഡോക്ടർ സൈറു ഫിലിപ്പാകട്ടെ, തഹസിൽദാരായ മനോഹരനാകട്ടെ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ ആരൊക്കെയാണോ അവരെല്ലാവരും അനാദരവ് കാണിച്ചിരിക്കുന്നത്. കേരളത്തോട് തന്നെ ചെയ്ത വലിയൊരു ദ്രോഹമാണ് ഇതെന്ന് പറയാതെ ഇരിക്കുവാൻ സാധിക്കില്ല. വീഡിയോകൾ ഞങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം കാണിക്കാതെ വിട്ടൊരു ഭാഗമുണ്ട്. രാജേഷിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇപ്പോഴും ഞങ്ങൾ ആ വീഡിയോ കാണിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെ മുഖമൊന്ന് കാണണം, എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് കാണണം, എനിക്കെൻ്റെ അച്ഛനെ കാണണമെന്നുള്ളത്. പലരും അന്ന് വിചാരിച്ചിരുന്നത്
അച്ഛനെ ജീവനോടെ കാണണം എന്നുള്ളതായിരുന്നു. അതല്ല വാസ്തവം. കാരണം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ മൃതദേഹം കൊടുത്തു വിടുമ്പോൾ നാട്ടിലേക്ക് കയറ്റി അയക്കുക തന്നെയായിരുന്നു. ആദരവോടുകൂടി അയക്കുകയായിരുന്നില്ല. കയറ്റി അയച്ചപ്പോൾ അവിടുന്ന് ആംബുലൻസ് ഡ്രൈവർമാർക്ക് കിട്ടിയ നിർദ്ദേശം വീട്ടിൽ കൊണ്ടു ചെന്നാലും തുറന്ന് മുഖം കാട്ടുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ അച്ഛനെ അവസാനമായി ഒന്ന് കാണുവാനുള്ള അവസരം ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ അലമുറയിട്ട് കരഞ്ഞത്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ശരിയാണ്, കേരളം ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് രാജേഷിനെ യാത്രയാക്കിയത്. അതിനെ തത്വമൈ ന്യൂസ് ഒന്ന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള അധികൃതർ ആരൊക്കെയാണോ, അത് അറിഞ്ഞോ അറിയാതെയോ ആണോ ഈ വീഴ്ച സംഭവിച്ചതെങ്കിലും മനുഷ്യകുലത്തിൽ പെടുത്തുവാൻ യോഗ്യരല്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനായിക്കോട്ടെ, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണസമിതിക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. അതിൽ പാർട്ടിയില്ല. LDFകാരാണോ UDFകാരാണോ അതോ സംയുക്ത കൂട്ടായ ഉത്തരവാദിത്തമാണോ? അവമതിച്ചിരിക്കുന്നത്, അവഹേളിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ മലയാളികൾക്ക് എന്നും പ്രചോദനമാകേണ്ടിയ രീതിയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി, ആരും നിർബന്ധിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയ ഒരു യുവാവിനെയാണ്. ഇനിയും ഒരുപാട് കാലം ജീവിച്ച്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച്, അതായത് പറഞ്ഞല്ലോ, വളരെ സജീവമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആരും ആവശ്യപ്പെടാതെ തന്നെ കണ്ണൂരാണെങ്കിലും, കണ്ണൂർ പറഞ്ഞല്ലോ, മീൻതുള്ളി വെള്ളച്ചാട്ടത്തിലെ റാപ്ലിംഗ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു രാജേഷ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെയും എത്തി രക്ഷാപ്രവർത്തനത്തിനായി അദ്ദേഹം. ആരും അദ്ദേഹത്തെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയൊരു വ്യക്തിയാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ ഇത്തരത്തിൽ അവഹേളിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ തലകുനിക്കേണ്ടത് കേരളം ഒട്ടാകെയാണ്. മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ ഉള്ളവർ തല കുനിച്ച് കേരളത്തോട് ഇതിനു വേണ്ടി മാപ്പ് പറയണം. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ അല്ലാതിരിക്കുകയോ എന്താണെങ്കിലും. കാരണം ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിച്ചതിന് കേരള സർക്കാരിനെ അഭിനന്ദിച്ചതാണ് തത്വമൈ ന്യൂസ്. പക്ഷേ ഇപ്പോൾ പറയുന്നു ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിച്ച് സമൂഹത്തിൻ്റെ മുൻപിൽ, അതുകൊണ്ട് തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആരാണെന്നും ഈ പയ്യന്നൂർ തഹസിൽദാർ ആരാണെന്നും കൃത്യമായി പേര് പറഞ്ഞതും. അവരുടെ ചിത്രങ്ങളും കാണിക്കാം. പയ്യന്നൂർ തഹസിൽദാറിൻ്റെ ചിത്രം ലഭ്യമാകുമെങ്കിൽ കാണിക്കാം. ഡോക്ടർ സൈറു ഫിലിപ്പിൻ്റെ ചിത്രം ഉറപ്പായിട്ടും തത്വമൈ ന്യൂസ് കാണിച്ചിരിക്കും ഇതിനോടൊപ്പം. പക്ഷേ ഒരു കാര്യം, ഇവരിൽ മാത്രം ഉത്തരവാദിത്വം ഒരുങ്ങുന്നില്ല. ജനപ്രതിനിധികളുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വമുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും മന്ത്രി ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ ആ മന്ത്രിക്കുണ്ട് ഉത്തരവാദിത്വം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഉത്തരവാദിത്വം, ആംബുലൻസ് ആരൊക്കെയാണോ കൈകാര്യം ചെയ്തിരുന്നത് അവർക്കുണ്ട് ഉത്തരവാദിത്വം, പോസ്റ്റ്മോർട്ടം ഏതെങ്കിലും ഡോക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറിനുണ്ട് ഉത്തരവാദിത്വം. കാരണം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് തൃശ്ശൂർ വെച്ച് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് ഈ മൃതശരീരം മാറ്റിയില്ലായിരുന്നെങ്കിൽ ശരീരഭാഗങ്ങൾ പോലും വേർപെട്ട അവസ്ഥയിലായിരിക്കും ആയിരുന്നേനെ അത് തിരുവനന്തപുരത്ത് എത്തുന്നത് എന്നാണ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര ഭയാനകമായിട്ടുള്ള, എത്ര അവഹേളനപരമായിട്ടുള്ളൊരു സാഹചര്യമാണെന്ന്. ഇത്ര മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന വ്യക്തികൾ ആരാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകുന്നത് പോലും മനുഷ്യത്വമില്ലായ്മയാണ്. അവർക്കെതിരെ നടപടികൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ മലയാളി മനുഷ്യരാണെന്ന് പറയുവാനുള്ള അർഹത നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്കും അത് പ്രചോദനമാകും. കാരണം അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിനെ കുറ്റകൃത്യമെന്ന് തന്നെ പറയണം, ഈ കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഞങ്ങളത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സദാ ജാഗരൂകരാണ് തന്നെ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉറപ്പായും പ്രേക്ഷകരറിഞ്ഞിരിക്കും. അതിൽ പാർട്ടി അന്യേ പ്രേക്ഷകരുടെ മുമ്പിൽ ആ വിവരം എത്തിച്ചിരിക്കും. കാരണം ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ഈ നിമിഷത്തിൽ ഒരു രാഷ്ട്രീയമില്ല. മലയാളിയാണ്, ഭാരതീയനാണ്, ഒരു ധീരനാണ്, വീരമൃത്യു വരിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മൃതദേഹത്തോടാണ് ഇത്തരത്തിലൊരു അവഹേളനം നടന്നിരിക്കുന്നത്. ഇത് ക്ഷമിക്കാവുന്ന കുറ്റമല്ല, ക്ഷമിക്കരുത്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി,
നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.